You are watching TV Next. നാടാർ സമൂഹത്തിലുള്ള സ്ത്രീകൾ അവർക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പുരുഷന്മാരുടെയും അതേപോലെ തന്നെ പുരുഷന്മാരുടെയൊക്കെ എല്ലാ സഹായത്തോടുകൂടെ വളരെയധികം സമ്മർദ്ദം ചെലുത്തി ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഉപയോഗിച്ചുകൊണ്ട് അത് നേടിയെടുക്കുകയും അവസാനം 1858 രാജ്ഞി പുറപ്പെടുവിച്ച ഒരു പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിലുണ്ടായ തടസ്സങ്ങൾ പോലും അവർ ഓവർകം ചെയ്തുകൊണ്ട് വളരെ സമ്മർദ്ദം ചെലുത്തി നിശ്ചയദാർഢ്യത്തോടുകൂടെ നേടിയെടുത്ത ഒരു അവകാശമാണ്. മാത്രമല്ല ഇതൊരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ഔട്ട്കം കൂടെയായിരുന്നു. എന്ന് വെച്ചാൽ മിസ്ട്രിമാർ സ്ത്രീകളെ വളരെയധികം ഓരോധികളാക്കുകയും അവരെ വളരെയധികം എംപവർ ചെയ്യും. അതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിലവിലിരുന്ന വിദ്രോഹം നിലനിൽക്കുന്ന ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയ്ക്കെതിരെയും അതേപോലെ തന്നെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഒക്കെ പോരാടി സവർണരുടെ ആധിപത്യത്തെ അതിർത്ത് അവകാശം കഴിയുക ഈ ഒരു സമരത്തിൻ്റെ വിജയം ആഘോഷിക്കുന്ന വളരെ നല്ല ചർച്ചകളാണ് നടന്നത്. എല്ലാവരും നല്ലവണ്ണം സഹകരിച്ചു. കൂടുതൽ അറിവെനിക്ക് കിട്ടി. സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വീണ്ടും ഇത്തരത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കണം. താങ്ക് യു. ചരിത്ര സത്യങ്ങൾ പലപ്പോഴും വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചരിത്രകാരന്മാരൊക്കെ തന്നെ ഈ സവർണ ബന്ധഗോപുരങ്ങളിൽ നിന്ന് വന്നവരാണെന്ന് നമുക്കറിയാം. പലപ്പോഴും വീര ദളപതി അനന്തപത്മനാഭൻ നാടാരുടെ ചരിത്രമായാലും ഈ സമര ചരിത്രം മാറമറയ്ക്കൽ സമരമായാലും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട് ജനങ്ങൾക്കിടയിൽ പരസ്പരം അകൽച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതിഭാസമായി കണ്ടിട്ടുണ്ട്. ഈ ചരിത്ര സത്യത്തെ തിരിച്ചറിച്ച നമ്മളെങ്കിലും ഇത് തലമുറയോട് പറയണ്ടേ. ഒരു കാലത്ത് നാട് ഭരിച്ചിരുന്ന നാടാർ സമുദായം 13-ാം നൂറ്റാണ്ടിന് ശേഷം അടിമത്തത്തിലായിരുന്നു പോയി. സ്വയം മാനം മറയ്ക്കാനുള്ള വസ്ത്രം പോലും ധരിക്കുവാൻ ശേഷിയില്ലാത്ത വിധം ചാതുർവർണ്ണ വ്യവസ്ഥയെ അതിനെ ചവിട്ടി അരച്ചുവെങ്കിൽ അതിൻ്റെ പോരാടി തിരിച്ചു വന്ന ആ കഥ പറയുന്നത്, ആ പോരാടി തിരിച്ചു വന്നത് നാടാർ സമുദായത്തിലെ സ്ത്രീ സമൂഹമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനും എത്രയോ കാലം മുമ്പ് തുടങ്ങി വെച്ച ആ സമര പരിപാടി നമ്മുടെ കുലത്തിലാണെന്നും ആ കുലത്തിൽ പിറന്നവനാണ് അതിൻ്റെ പിന്തലമുറക്കാരാണ് നാം എന്നതും അഭിമാനപൂർവ്വം തന്നെ കാണണം. ആ സമര ചരിത്രത്തിലെ നായികമാരെ തുറന്നു കാട്ടുക തന്നെ, ലോകത്തിന് പരിചയപ്പെടുത്തുക തന്നെയല്ലേ വേണ്ടേ. അതിൻ്റെ ഒരു ആവർത്തനമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ആദ്യത്തെ പ്രാവശ്യം എന്നുള്ളതുകൊണ്ട് ചുരുങ്ങിയ രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് വെച്ച് തന്നെ അടുത്ത് വരുന്ന 25 ജൂലൈ 26-ന് നല്ല രീതിയിൽ 10,000-കണക്കിന് ജനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സ്ത്രീ ശക്തിയെ വിളിച്ചു വന്ന തരത്തിൽ വലിയൊരു ഗംഭീര പരിപാടിയായിട്ട് അവിടെ നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനെ ചെറുക്കുവാനും ഇത് ശരിയല്ലെന്ന് പറയുവാനും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെപ്പോഴും നേട്ടം കൈവരിച്ചത് മാത്രം പറയേണ്ടവരാണ്. കോട്ടം സംഭവിച്ചത് നമ്മുടെ പുതുതലമുറയ്ക്ക് അപകർഷതാബോധം ഉണ്ടാക്കുന്നത് ആണ് എന്നൊക്കെ നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്ന നമ്മുടെ തന്നെ സമൂഹത്തിലെ ആൾക്കാരെ ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്ക് തുറന്നു കാട്ടേണ്ടതും. ഇത് ചില തൽപര കക്ഷികളിലെ നിർബന്ധിത ചൂഷണത്തിന് വിധേയമായവരത് ചെയ്യുന്നതാണ്. ഒരു ജനത നേട്ടങ്ങളെ എപ്പോഴും പ്രഘോഷിച്ച് പറയുമ്പോഴും കോട്ടങ്ങളെയും അനുസ്മരിക്കേണ്ടതല്ലേ. ആ കോട്ടങ്ങളെ അനുസ്മരിക്കുന്നതിലൂടെ ഇനി അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കുക എന്നുള്ളതല്ലേ അതിലുദ്ദേശിക്കുന്നത്. അത് പറയരുതെന്ന് ചിലർ ശഠിക്കുന്നത് തങ്ങളോടുള്ള അടുപ്പം, ഈ ചെയ്തികൾ പഴയ പൂർവ്വ ചതികൾ ചെയ്ത ചെയ്തികളിലൂടെ തങ്ങളോടുള്ള അടുപ്പം കുറഞ്ഞു പോയേക്കും, നാടാർ ജനത അകന്നു പോയേക്കും എന്നുള്ള ഭയവിഹ്വലതയാണ് അതിന് കാരണമാകുന്നത്. അതിനെ നമ്മൾ തുറന്നു കാട്ടുക തന്നെയും ആരുടെയും പ്രീതി പറ്റുവാനല്ല, വരുന്ന തലമുറ ഇനിയും അപകടത്തിൽ ചാടാതിരിക്കുവാൻ ഇത്തരം ശക്തികൾ അകറ്റി നിർത്തേണ്ട അത്യാവശ്യമാണ്. കാരണം ജനാധിപത്യ രീതിയിലുള്ള ഭരണ സംവിധാനം നിലനിൽക്കുമെന്ന് രാജഭരണന്മാർ ജനാധിപത്യം നിലനിർത്തും. അന്നാരാണോ നമ്മുടെ പൂർവികരെ ചൂഷണം ചെയ്തത് അതേ ആൾക്കാർ തന്നെ ഇന്ന് രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ മുതലാളിമാരായി തുടരുന്ന നഗ്ന സത്യം. ജാതി സെൻസസ് എടുക്കാൻ വേണ്ടി എതിര് നിൽക്കുന്നവരുടെ പുറത്തു കാട്ടുകയാണ്. ഇത്തരം ചെയ്തികളെ ഞങ്ങൾ പുറത്തു കാട്ടും. ദക്ഷിണേന്ത്യ നാടാർ സംഘത്തിന്റെ ലക്ഷ്യം അത് തന്നെയാണെന്നാണ് അറിയിക്കുന്നത്. മാരായമുട്ടത്ത് ലൈൻ തട്ടി ഒരു തൊഴിലാളി ഷോപ്പടിച്ച് പിടിച്ചു നമ്മുടെ മാരായമുട്ടത്ത്. രണ്ടാമത് ആമഴഞ്ചാൻ തോടിൽ ഒരു തൊഴിലാളി അതിദാരുണമായി നമ്മുടെയൊക്കെ അശ്രദ്ധ കാരണം എന്ന് തന്നെ പറയാം മരിക്കുകയുണ്ടായി. നമ്മുടെ സംഘടനയുടെ നിലപാട് അമ്മയാഴ്ചയാണ് തോടിലെയും കറണ്ടടിയടിച്ച് മാരാവട്ടം മരിച്ച ചെറുപ്പക്കാരുടെ കാര്യത്തിൽ വളരെ ദുഃഖമുണ്ട്. അതുപോലെ ദുഃഖപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് കാട്ടാക്കട സ്വദേശിനിയായ ഒരു സന്ധ്യ ആണെന്ന് തോന്നുന്ന കുട്ടിയുടെ ചികിത്സാർത്ഥം പിഴവ് പറ്റി നെയ്യാറ്റിൻകര ആശുപത്രിയിൽ മരിച്ചത്. ഇതും ഞങ്ങളുടെ ദുഃഖം തന്നെയാണ്. കാരണം ഇതെല്ലാം നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. ആമയഴഞ്ചാൽ തോട്ടിലെ അപകടത്തെ തുടർന്ന്
വല്ലാത്തൊരു അകൽച്ചയാണ് രാഷ്ട്രീയ സമൂഹം ആ ചെറുപ്പക്കാരനോട് ചെയ്തതെന്ന് ഞങ്ങൾക്ക് വ്യക്തമാണ്. മാരാമോട്ടത്ത് നടന്ന സമരത്തിൽ നമ്മോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും പേരും സമരം ചെയ്തു. അത് ദക്ഷിണേന്ത്യ നാടക സംഘം ലീഡ് ചെയ്ത് സംഘടനയ്ക്ക് മൂർച്ചയേറി അല്ലെങ്കിൽ വളർച്ചയുടെ ഭാഗമായി പോകുന്നുവെന്ന് കണ്ട് മനസ്സിലാക്കി ആമേറ്റ ഇഴഞ്ചാന്തോടിലെ സമര പരിപാടിയായിട്ട് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞ പല പ്രമുഖ സമുദായ രാഷ്ട്രീയ കക്ഷികളും ഞങ്ങളെ വിട്ടിട്ട് അവസാനം BJP അടക്കമുള്ള കക്ഷികൾ LDF സർക്കാരിനോട് ചേർന്നുകൊണ്ട് സമരപരിപാടി അട്ടിമറിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് കണ്ടത്. ഞങ്ങളത് പ്ലാൻ ചെയ്തിരുന്ന ഞങ്ങളുടെ ചെറുപ്പക്കാരെല്ലാം ചേർന്ന് ആ ബോഡിയുമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ ഓഫീസറെ ഉപരോധിച്ചുകൊണ്ട്, കാരണം അവരാണ് കരാർ കൊടുത്തിട്ടുള്ളത്, അവരുടെ കരാർ തൊഴിലാളികളിലൂടെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്, അവരിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങാൻ കൂട്ടാക്കത് അതുപോലുള്ള സമരപരിപാടിയായിട്ട് പോകാൻ നിന്നപ്പോൾ അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് എന്തായാലും സർക്കാരിന് കഴിയുന്നത് മാക്സിമം ചെയ്തിട്ടുണ്ടാകും എന്ന് പരിശോധിക്കുന്നു. ചെയ്യട്ടെ, നല്ലത് തന്നെയാണ്. എന്നാലും ഞങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളുടെ സമരപരിപാടി മുമ്പോട്ട് പോകുമ്പോൾ അത് ശക്തി ആർജിക്കുമ്പോൾ സംഘടനാപരമായി അവർക്ക് വിജയം കൊയ്യാനാവും. അതുകൊണ്ട് അതൊഴിവാക്കാനായിട്ട് LDF നാട് ഭരിക്കുന്ന സർക്കാർ ചെയ്തപ്പോൾ അതിന് കൂട്ടായിക്കൊണ്ട് പ്രതിപക്ഷവും മറ്റു രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് നിന്ന് ഞങ്ങളെ ഒഴിവാക്കുന്നതായിട്ടാണ് കണ്ടത്. ഇവിടെയും നാടാർ സമുദായം ഉയർന്നു വരരുത്, അത്തരത്തിലുള്ള സംഘടനകൾ ഉയർന്നു വരരുതെന്ന് കാക്ഷിക്കുന്ന ലക്ഷ്യം വയ്ക്കുന്ന കക്ഷികൾ എല്ലാവരും രാഷ്ട്രീയമായി വരുന്ന സമയത്ത് ഒന്നായിരിക്കുന്നു. ഞങ്ങളുടെ പരാജയമാണ് ഒരു ലക്ഷ്യം കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അതിനെ എതിർത്തുകൊണ്ട് വിജയം കൊണ്ട് മുമ്പോട്ട് പോകുള്ളൂ. വൈകുണ്ഠരടക്കമുള്ള ആളുകളുടെ പിൻതലമുറക്കാരാണ് നമ്മൾ. പൊരുതി ജയിച്ചു വന്ന പാരമ്പര്യമുള്ള സമുദായമാണ് നാടാർ സമുദായം. ആരുടെയും ഔദാര്യം കൊണ്ട് ഈ നേട്ടങ്ങൾ കൈവരിച്ച സമുദായമല്ല, പൊരുതി തന്നെയാണ് ഞങ്ങൾ നേടിയത്. ഇത്തരം കുൽസിത പ്രവൃത്തികളെ എതിർത്ത് തോൽപ്പിച്ച് മുമ്പോട്ട് പോകാൻ നാടാർ സമുദായത്തിനാവും, ദക്ഷിണേന്ത്യ നാടാർ സംഘത്തിനാവും എന്ന് ഉറപ്പിച്ചു പറയാനായിട്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.